ഹലോ, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ്. അപ്പൊ മിൽക്ക് ഷേക്ക് ഏതിന്റെയാന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടും. ജീവിതത്തില് എനിക്ക് തോന്നുന്നു 90% ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ ചിന്തിക്കില്ല അങ്ങനെ. പക്ഷെ നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഇതാണെന്ന് മനസ്സിലാവൂല. ഇന്നൊരു സാധനമാണ് മനസ്സിലാവില്ല എന്ന് പറയും. ചേർത്ത് കഴിഞ്ഞാൽ മെയിൻ കണ്ടന്റ് ബേസ് നമുക്ക് മനസ്സിലാവില്ല. അത് ഇതാണ്. അത് മാത്രമല്ല, ഹെൽത്ത് കോൺഷ്യസ് ആയവർക്ക് വെയിറ്റ് മാനേജ്മെന്റിന് എന്തായാലും എല്ലാവർക്കും ഇപ്പൊ ജിംബാബാന് മുഴുവൻ ഇതിന്റെ പിന്നാലെയാണ്. ഏതാന്ന് മനസ്സിലായിട്ടോ? മധുരക്കിഴങ്ങ്, നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ. അപ്പൊ ഞാൻ ഇന്നത് കുറച്ച് നേരത്തെ എല്ലാവരും വെയിറ്റ് മാനേജ്മെന്റ് ഫൈബർ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് മെറ്റയിലൊന്ന് അടിച്ചു നോക്കി. നമ്മുടെ വാട്സപ്പിൽ മെറ്റയില്ല, അതിൽ അടിച്ചു നോക്കി സ്വീറ്റ് പൊട്ടറ്റോ ബെനിഫിറ്റ്സ് അടിച്ചു നോക്കിയപ്പോ വൈറ്റമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A, C അതൊക്കെ ഉണ്ട്, പൊട്ടാസ്യം, മെഗ്നീഷ്യം, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ്, ആന്റി ഇൻഫ്ലമേറ്ററി ഇഫക്ട്സ്, അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം, പിന്നെ ബ്ലഡ് ഷുഗർ കൺട്രോള്, പിന്നെ എന്താ ഡൈജസ്റ്റീവ് ഹെൽത്ത്. ഞാൻ എന്താ പറയാ എത്ര അധികം വെയിറ്റ് ലോസ്, വെയിറ്റ് മാനേജ്മെന്റ്, അതുമാതിരി ക്യാൻസർ റിസ്ക് റിഡക്ഷൻ, അത് ഈ ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് അത് സൂപ്പർ സൂപ്പറാണ്. ഇത് പ്രായക്കാർക്കും ട്രൈ ചെയ്യാം. മിൽക്ക് ഷേക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത, തണുപ്പ് ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ഇത് ട്രൈ ഔട്ട് ചെയ്യാം. ഇതിന് സൈഡ് എഫക്ട് ഒന്നും വരില്ല. നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം എന്നാ ഞാൻ പറയാം. പ്രത്യേകിച്ച് ഇപ്പൊ ഇനി സമ്മറും കൂടി വരികയാണ്. അപ്പൊ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടും ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മള് ഇപ്പൊ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ജിമ്മന്മാര് മേടിച്ചു തുടങ്ങിയപ്പോ ഈ പ്രോഡക്റ്റിന് വില കൂടി, നല്ല വില കൂടി, ഡബിൾ ആയിട്ട് ഏകദേശം നല്ല വിലയായിട്ട് കൂടി ഉത്സാഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് നല്ല റേറ്റിൽ കിട്ടും. അപ്പൊ ഈ മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുന്നവർക്കും ഒരു ഗുണമായിട്ടാ. അതെ അതെ അതെ, നല്ല പാവം നമ്മുടെ മധുരക്കിഴങ്ങ് വെച്ചിട്ട് അപ്പൊ ഒരു അടിപൊളി ഷേക്ക് ഉണ്ടാക്കാം. അപ്പൊ വീഡിയോ മുഴുവനായി കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോ ഓക്കെ. നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ മധുരക്കിഴങ്ങ് അതുപോലെ ക്യാരറ്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്ര മധുരക്കിഴങ്ങൊന്നും വേണ്ട കേട്ടോ. എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അത് വേവിച്ച് അടിച്ചു വരുമ്പോൾ നല്ല തിക്കാവും. അപ്പൊ ഒരു 2 or 3 ഈ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് 1, 2, ഒരു 3 കഷ്ണം, ഒരു 1.5 ക്യാരറ്റ്, അത്രയൊക്കെ മതി കേട്ടോ. ഇതൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമുക്ക് വേവിക്കണം. ആവശ്യത്തിന് പഞ്ചസാര എടുക്കാം. ഇത് ഏലക്കായ പൊടിച്ചതാണ് കേട്ടോ. ഏലക്കായ പഞ്ചസാരയും കൂട്ടി പൊടിച്ചാണ്. കുറച്ച് വാനില എസൻസ് വേണം. പിന്നെ നല്ല ചിൽഡ് ആയിട്ടുള്ള മിൽക്കാണത്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. നട്ട്സും കിസ്മിസും എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ള കയ്യിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം. ഡേറ്റ്സ്, പിന്നെന്താ പിസ്ത ഉണ്ട്, ബദാം. അതെ, എല്ലാം ഹെൽത്തി ആണല്ലോ. അതന്നെ. തൊലി കളയാം. മധുരക്കിഴങ്ങ് തൊലി ചെത്തിയൊക്കെ വൃത്തിയാക്കി, അതുപോലെ ക്യാരറ്റും തൊലി ചെത്തി വൃത്തിയാക്കി നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകി ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുക്കറിലിടണം. കുക്കറിലിട്ട് നമുക്കൊരു 2 വിസിൽ അടുപ്പിക്കാം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. 2 വിസിൽ അടിച്ചു, വെന്തു, നന്നായി തണുത്തിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെ ഇടാം കേട്ടോ. ഇതില് ഷുഗർ നമുക്ക് ആഡ് ചെയ്യാം. ഇത് ഇനിയിപ്പോ ഷുഗർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം ചേട്ടാ. ഡേറ്റ്സ്, തേനോ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ, ഇങ്ങനെ ഡയറ്റ് നോക്കണവരാണെങ്കിൽ. അപ്പൊ ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യുന്നു. ഇതിൽ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഐസ്ക്രീം ആഡ് ചെയ്തതിന് ഭയങ്കര ടേസ്റ്റാ. നമ്മള് അതൊന്നും ചെയ്യണില്ല. ഇനി നല്ല തണുത്ത പാല്. ഇത് ഏലക്കപ്പൊടിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പഞ്ചസാര കൂട്ടി പൊടിച്ചു വെച്ചാണ്. ഒരു 2 ഏലക്കായ മതി. വാനില എസൻസ് 2 ഡ്രോപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം, മതി. അതെന്താ ചേർക്കണെന്ന് വെച്ചാൽ അതിന്റെ ഒരു ഫ്ലേവർ. ചിലവർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഈ മധുരക്കിഴങ്ങിന് ചെറിയ ഫ്ലേവർ പൊന്തി വരുന്നത് ഒഴിവാകും, മിക്സ് ആയി. ഇനി കുറച്ച് ഐസ് ഇടാല്ലേ, നമുക്ക് നല്ല തണുപ്പിൽ കഴിക്കും. എപ്പോഴും കഴിക്കുമ്പോ ഓരോ ഇതുണ്ട്, മെത്തേഡും. മിൽക്ക് ഷേക്ക് കഴിക്കുമ്പോ നല്ല തണുപ്പ് തന്നെ വേണം, എന്നാലേ തന്നെ അതിന്റെ ഒരു ടേസ്റ്റ് വരും. അപ്പൊ നല്ല അടിപൊളിയായിട്ട് അടിച്ചെടുക്കാം നമുക്ക്. നമ്മളിവിടെ അടിച്ച് നല്ല ഇതായിട്ട് കളറ് കണ്ടാ, നല്ല കളറൊക്കെ ക്യാരറ്റ് ഇട്ട് അടിച്ച് എങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ഇടാം. ഞാൻ എടുത്താ നീട്ടുള്ളൂ.
മുകളിലിടണം കേട്ടോ നമുക്ക്. മുകളിലിടണം, അത് ഒരു ഗാർണിഷ് ചെയ്യാൻ അത് വേണല്ലോ. അതെ, ശരി. മുന്തിരി ഇട്ടു. 3 ഗ്ലാസ് വെച്ചത് ശരിക്കും 3 ഗ്ലാസ്സിലേക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഇവിടെ ഒരാളെ ഞങ്ങളെ ഉണ്ടായിരുന്നു, ആള് ഇവിടുന്ന് അവനല്ല മധുരക്കിഴങ്ങെന്ന് പറഞ്ഞപ്പോ അമ്മ ഉണ്ട് രാത്രി ചെയ്യണെന്ന് പൊട്ടാറ്റോ എന്നാണ് വിചാരിച്ചിരിക്കണേ. മധുരക്കിഴങ്ങ് കൊണ്ട് വേറൊരു സംഭവം ഉണ്ടാക്കിണ്ടായിരുന്നു. അത് നമ്മൾ ഷോർട്ട് വീഡിയോ ആക്കിയിട്ടുണ്ട്. മധുരക്കിഴങ്ങ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വലിയ വീഡിയോ ആയിട്ട് കുറെ പേരായി പറയണ്ട, ട്രൈ ചെയ്തിട്ട് സൂപ്പർ പറഞ്ഞു. അത് അവന് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. ഞങ്ങളുടെ ഈവൻ ഞങ്ങളുടെ തീയാവയ്ക്ക് അടക്കം മധുരക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പൊ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിച്ചോ. ഒഴിക്കാല്ലേ, ഒഴിക്കട്ടെ. റേറ്റ് കൂടി വരുമ്പോഴേക്കും ഞാൻ മേടിച്ചോ. അല്ല 3 ഉണ്ടോന്ന് അറിയില്ല, എന്തായാലും 2 ഒഴിച്ചിട്ട് ബാക്കി ഒഴിക്കാം. എന്നാ ഞങ്ങള് കഴിക്കാൻ പോവാ. എന്താ കറക്റ്റ് 3 അതെപ്പോഴും നമ്മളിങ്ങനെ അളന്ന് എടുത്തു വരുമ്പോ എപ്പോഴും 3 ഞങ്ങൾ ഒരാൾക്കും കൂടി ഇവിടെ പ്ലാൻ ചെയ്യും. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോരാട്ടോ. ഒരെണ്ണം ഇവിടെ അവൻ പുറത്തു പോയി, മൂത്താളുണ്ട് ഇവിടെ, അവൻ പുറത്തു പോയി കഴിഞ്ഞപ്പോ അവൻ വരുമ്പത്തേക്ക് അത് ശരിയാവില്ല, സെറ്റ് ആവില്ല അല്ലെ. ഇതാവും. പെട്ടെന്ന് കഴിക്കണം കേട്ടോ, ഉണ്ടാക്കി വയ്ക്ക്. കഴിക്കുമ്പോഴല്ലേ അതിന്റെ അതെല്ലാം അങ്ങനെ തന്നെയാണ്. ചേരുവകളെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അധികം താമസിപ്പിക്കരുത്. അതെ, അതിന്റെ ആ ഒരു കൂട്ട് ഇഷ്ടമൊക്കെ ഇടാട്ടോ, എന്തെങ്കിലുമൊക്കെ ഇടാം. ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇതൊക്കെ ഉണ്ടല്ലോ കളറ്. നമുക്കില് വീഡിയോ എടുക്കാൻ ഒരെണ്ണം മതിയാ മനസ്സേട്ടാ? ഒരെണ്ണം മതിയാ? ഒരെണ്ണം മതി, എനിക്കിത് കഴിക്കാം. കൊതിയിട്ട് വയ്ക്കാം, ടേസ്റ്റ് ഒക്കെ. വാ നമുക്ക് ഇതൊക്കെ ഉണ്ടേ. 2 സ്പൂൺ എടുത്ത് വെച്ചാൽ ഞാൻ വേഗം കഴിക്കാം, ക്ഷമയില്ല. എടുത്ത് കഴിക്കണോ, നീ എടുത്തോ. ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞല്ലേ, അങ്ങനെയല്ലേ. ടെക്സ്ചർ ഉണ്ടല്ലേ, സൂപ്പർ. നമ്മൾ എഴുതി വെക്കണം, ഭയങ്കര ടേസ്റ്റ്. ഇങ്ങനെ എന്താ പറയാ, വെയിറ്റ് ലോസിന് അങ്ങനെയൊന്നും ആഗ്രഹിക്കാത്തവർക്കാണെങ്കിൽ ഇതിന് വേണമെങ്കിൽ ഐസ്ക്രീം കിട്ടും. അത് ഇഷ്ടം, അതിന്റെ ആവശ്യമില്ല. അല്ലാണ്ട് വെരി ടേസ്റ്റിയാണ്. ഞങ്ങൾ ഇപ്പോ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഡിന്നറിന് വേറെ ഒരു പരിപാടിയില്ല. വെയിറ്റ് ലോസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വേറെ ഒന്നും കഴിക്കില്ല. ഇന്ന് ഇത് മാത്രമാണ് കഴിക്കണേ. വെരി ഗുഡ്, നല്ലൊരു ഡിഷാണ് ഇത്. ശരിക്കും ഒരു ഡിഷ് പോലെ കഴിക്കാം. എല്ലാം ഉണ്ടല്ലേ. അപ്പൊ ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ നമുക്ക് വണക്കം.